ഇതിനൊരു ഡ്രീമി ലുക്ക് ഇല്ലേ? എന്നാ നീ അതൊന്ന് ഇട്ട് നോക്ക്. ഇപ്പൊ വേണ്ട, സമയമില്ല, പോണം. ആ എനിക്കും പോണം, ഒരു ഡേറ്റ് ഉണ്ട്. ആഹാ, പുതിയ ഹീറോ ആരാ? അമർ ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് നടത്തുക. എന്ത് സംഭവിക്കുന്നു നോക്കാം. വാ ഇരിക്ക്, നമുക്ക് കഴിക്കാം. ആ പിന്നെ അപ്പു കുറച്ച് കാര്യമായിട്ട് എന്നെ വിഷമിക്കുന്നുണ്ട്. അതെന്തിനാ? ശ്യാമനോട് എനിക്കിഷ്ടം തോന്നിയതിന് അവന്റെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ പോവുക? നീ അവനോടൊന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ പെരുമാറ്. അവൻ നിന്നെ കണക്കാക്കിയത് വെറും ഫ്രണ്ടായിട്ട് മാത്രമൊന്നുമല്ല. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തായാലും ഇന്നലെ നീ കാണിച്ചത് മഹാ ബോറായി പോയി. ആരാ ശരിക്കും ബോറായത്? ഞാനാണോ? എന്റെ ഗസ്റ്റ് ആയിട്ട് അവൾ ഇന്നലെ വന്നത്. To bring someone like Tara to a party, don't you think it's way out of order? I mean, അതൊരു തമാശയായിട്ടായിരിക്കും നിനക്ക് തോന്നിയത്. ബട്ട് ദെൻ അതൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇവിടെ ആർക്കും പറ്റില്ല. I see. And if you got a hard on for that trash, then please don't take care of it around a spell. All right? ട്രാഷ് അല്ലേ ബഡി? അവൾ അത്രയും റിച്ച് അല്ല. മണി ഇസ് ദാറ്റ് ദ പ്രോബ്ലം? Money? Did I even talk about money? എടാ, കാശും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ will I even spend on such a party here? A night here? Dude, I'll give you an advice. Women are beautiful. So just come enjoy your life. Why getting so involved? അതിലെന്താ തെറ്റുണ്ടോ? There's nothing wrong. It's stupid. It's pointless. നിന്റെ പേരൻസ് ഇത് അറിയുമ്പോ ആകെ ത്രിൽഡ് ആയിരിക്കും അല്ലേ? എന്റെ പാരന്റ്സിൽ ഇതിലെന്താ? എന്റെ ഇഷ്ടമല്ലേ? ഇറ്റ് ഓൾ കംസ് ഡൗൺ ടു മീ. ബിനോയ് വേണ്ട, ഈ കോൺവെർസേഷൻ നമുക്ക് ശരിയാവില്ല. You're being kiddish, man. കിഡിഷ്? ഹൗ സോ? If you want that piece of low grade ass, നിനക്കൊരു ഫ്രണ്ട് കുറയും. വൈ? Either me or her. You can choose. ഇതിന്റെ പുറത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇട്ട് തട്ടിക്കളിക്കാൻ ഞാനില്ല. ഐ മീൻ, മേ ബി ഐ എം ഓൾഡ് ഫാഷൻഡ്. പക്ഷേ മുമ്പൊരിക്കലും പരിചയപ്പെടാത്ത കാണാത്ത ഒരാളോട് ഇത്രയും വെറുപ്പ് തോന്നാൻ കാരണം എന്താ? വൈ ബിനോയ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്കായി ഒരുപാട് ചോദ്യങ്ങൾ സുമയുടെ കൈവശമുണ്ട്. സോ ക്രിസ്മസിനെ കുറിച്ച് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട്, നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് വിളിക്കാം 272693 എന്ന നമ്പറിലേക്ക്. കേട്ടുകൊണ്ടിരിക്കുന്നു റെഡ് FM 93.5. സുമിയോടൊപ്പം പിൻപറ്റണം. സ്നേഹവീട് എന്ന ചിത്രത്തിൽ നിന്നും ഒരു സൂപ്പർ ഹിറ്റ് സോങ്. ഹിയർ കംസ്, സ്റ്റേ ട്യൂൺഡ്. എനിക്കൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം എത്ര പെട്ടെന്നാ മാറി മറിയണേ. ഞാൻ എവിടെയായിരുന്നു? ശ്യാം എവിടെയായിരുന്നു? എൻ്റെ ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും അറേഞ്ച് മാരേജസ് വിശ്വസിക്കുന്ന ആൾക്കാരാ. റോയൽ ഫാമിലീസ് എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പൊ കോർപ്പറേറ്റ് ഫാമിലീസ്. വിവാഹബന്ധം ഒരു ആണും പെണ്ണും തമ്മിലുള്ള കാര്യം മാത്രമല്ല, കോർപ്പറേറ്റ് അറേഞ്ച്മെന്റ്സ് ആണ്. ബിസിനസ് മാരേജസ്. ഇറ്റ് മീൻസ് എ ലോട്ട്.
പോട്ടെ, അതെല്ലാം ഇറലവന്റ്. അല്ല, ശ്യാം പറയൂ, എനിക്ക് കേൾക്കണം. I could tell them all to go to hell. Friends, family, everyone. എല്ലാരെയും നേരിടാൻ ഞാൻ റെഡിയാണ്. വേണമെങ്കിൽ വിടാനും. നീയോ? എനിക്ക് വിശ്വസിക്കാവുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. എന്നെ വിശ്വസിക്കുന്ന ആളെ മാത്രമേ എനിക്ക് വിശ്വസിക്കാനാവൂ. ശ്യാമനോട് കള്ളം പറയില്ല. പറയൂ. ഇല്ല, താരോട് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? Why should I? I don't have to. ഇത് നടക്കുന്നേ. I really want this to happen. നാളെ ഞാൻ ബാംഗ്ലൂർ പോകും, ആ മാരേജ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ജസ്റ്റ് 1 day. പാരൻസ് ഉള്ളതുകൊണ്ട് മേ ബി 2 days. നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് ഒരുമിച്ച് പോകും. I promise. Can I help you? Thank you. Something for New Year party? Yeah, I'm just looking. Mom! I hate this dress. It looks like I should be standing on a New Year cake. I hate this material. ബിന്ദു ചേച്ചി, തരാ. എനിക്ക് അങ്ങോട്ട് വരാനേ പറ്റിയില്ല ഒരു താങ്ക്സ് പറയാൻ. ജോലി കിട്ടിയെന്ന് മാത്രം പപ്പ പറഞ്ഞു. എവിടെയാന്ന് ചോദിച്ചപ്പോ ജോയിൻ ചെയ്തിട്ട് പറയാന്ന്. പപ്പയ്ക്ക് ജോലി കിട്ടിയെന്നാണോ പറഞ്ഞത്? എന്താ? Yes. Please tell me the account number. Yeah. Okay. Okay. We'll be sending you the details first. Okay. So, thank you. When can we finally fix the apartment, sir? I'll come there only. Yeah. Sure. Yes, sir. ഹായ് റേച്ചൽ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. വൈ? ഐ ആം ഓൾ റൈറ്റ്. നീ ന്യൂ ഇയർ പാർട്ടിക്ക് പോകുന്നുണ്ടോ? നീ വരുന്നോ? ഒരു ബോയ്ഫ്രണ്ട് ടിക്കറ്റ് ഉണ്ട്. നാളെ ഞാൻ ഓഫീസിലേക്ക് വരാം. ഓക്കെ? Hello? Can I talk to Shyam?